അന്നും പതിവ് പോലെ അവൾ ഉമ്മനോട് പോയിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കൊന്ന് സംസാരിക്കണം, എൻ്റെ മനസ്സിന് എന്തോ ഒരു ഭാരം പോലെ. നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ഉമ്മയുടെ അടുക്കളപ്പണിയുടെ ഇടയിലാണ് ആ മറുപടി കൊടുത്തത്. ഉമ്മക്ക് ഇപ്പം എന്നെ കേൾക്കാനുള്ള മൂടല്ല എന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു നടന്നു. ഞാൻ പിന്നെ പറഞ്ഞോളാം അമ്മ എന്നും പറഞ്ഞു പോയി. മൂന്നാമത്തെ ദിവസം അവൾ വീണ്ടും വന്നു. ഉമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് ഒഴിവുണ്ടോ? ആ ചോദ്യത്തിന് വീണ്ടും ഉമ്മ തന്നെ പറഞ്ഞു, ഇതാ കുറച്ച് പണിയുണ്ട്, എന്നാലും ഇനി പറഞ്ഞോ, ഞാൻ കേട്ടോളാം. എന്തെങ്കിലും പറയാനുള്ളത് എന്ന് ചോദിച്ചു. പക്ഷെ മുഖം കൊടുക്കാത്തത് കൊണ്ട് അവൾ പറയാൻ കൂട്ടാക്കില്ല. അവൾ തിരിഞ്ഞു നടന്നു. ഇങ്ങനെ 2-3 തവണ അവൾ തൻ്റെ കാര്യം ഉമ്മയുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കൃത്യമായിട്ടുള്ള ഒരു അറ്റൻഷനോട് കൂടുള്ള ഒരു ലിസണിങ് മെൻറ്റാലിറ്റിയോട്, ആക്റ്റീവ് ലിസണിങ്ങിനോട് കൂടെ ഉമ്മ മകളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവൾ ഒഴിഞ്ഞു മാറി. ഒടുവിൽ ആ പ്രയാസം അവളുടെ ഉള്ളിൽ കടന്നു നീങ്ങി. അതിന്ന് അവളെ ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചു. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളോട് ഒരല്പസമയം എന്നെ ഒന്ന് കേൾക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മക്കളാവാം, നമ്മളെ പ്രിയപ്പെട്ടവരാവാം, നമ്മളെ മാതാപിതാക്കളാവാം, നമ്മളെ സുഹൃത്തുക്കളാവാം, നമ്മളെ സഹപ്രവർത്തകരാവാം, ആരുമാവാം അത്. പക്ഷെ അവർക്കൊക്കെ ആ ലിസണിങ് മനസ്സോടുകൂടെ, ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും, ശ്രദ്ധയോടുകൂടെ കേൾക്കുക, ആ കേൾവിക്ക് കുറച്ച് സമയം മാറ്റി വെച്ചിരുന്ന് കൊടുക്കാത്തത് കൊണ്ട് ആ ഒരു പ്രയാസം അവരുടെ ഉള്ളിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. നമുക്കറിയില്ല അത് അവരെത്രത്തോളം പ്രയാസപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അവളുടെ കയ്യിലെ മുറിവ് കണ്ട് ആ ഉമ്മ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് ഉമ്മാക്ക് മനസ്സിലായത്, 2-3 തവണ എൻ്റെ മകൾ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചത് കേൾക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് അവളുടെ കയ്യിൽ ആ പാട് വന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്പസമയം മാറ്റി കൊടുക്കുക, അവരെ കൃത്യമായിട്ട് കേൾക്കുകയും ജഡ്ജ്മെൻ്റ് അല്ലാതെ, മുൻവിധികളില്ലാതെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആശ്വാസം നൽകാനും ശ്രമിക്കുകയും ചെയ്യുക. ഒരാളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ നമ്മുടെ ആ ഒരല്പസമയത്തിന് സാധ്യതകളുണ്ടാവും. ആ സാധ്യതകളെ നമ്മളായിട്ട് ആരിലും നിഷേധിക്കപ്പെടരുത്. താങ്ക് യു.